നമുക്കിവിടെ ഗാമ ഒരു ക്ലോസ്ഡ് റെക്ടിഫയബിൾ കർവാന്ന് തന്നിട്ടുണ്ട് 0, 1 നിന്ന് സിയിലേക്ക്. എന്താ റെക്ടിഫയബിൾ കർവ് എന്നറിയോ? ലെങ്ത്ത് ഫൈനൈറ്റ് ആവുന്ന പാത്തിനെയാണ് നമ്മൾ റെക്ടിഫയബിൾ കർവ്സ് എന്ന് പറയാം. അപ്പോൾ നമ്മുടെ ഗാമയുടെ ലെങ്ത്ത് എന്താണ്? ഫൈനൈറ്റ് ആണ്, അത് ക്ലോസ്ഡ് ആണ്. നമുക്ക് തന്നിട്ടുണ്ട് എ എന്ന് പറയുന്നത് ട്രേസ് ഓഫ് ആറിലില്ലാന്ന്. ട്രേസ് ഓഫ് ആർ എന്ന് പറയുന്നത് ഇതാണ് ട്രേസ് ഓഫ് ആർ എന്ന് പറയുന്നത്. ഗാമ ഓഫ് ടി ട്രേസ് ഓഫ് ആറിലുണ്ട് എന്ന് പറയണമെങ്കിൽ എൻ്റെയും ബീൻ്റെയും ഇടയിലായിരിക്കണം ടി എന്ന് പറയുന്നത്. ഇപ്പം നമ്മുടെ ഈ പാത്തിൽ എ ഇല്ല എന്ന് പറയുന്നു. നമ്മുടെ ഈ പാത്താണല്ലോ ഇതിൻ്റെ ട്രേസ്, അതിൽ എ ഇല്ല എന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ആ പാത്തിൻ്റെ ഉള്ളിലായിരിക്കുമേ അല്ലെങ്കിൽ പുറത്തായിരിക്കുമേ. ഈ പാത്ത് എന്ത് വരില്ല? എ വരില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 1/2πi ഇൻ്റഗ്രൽ ഓവർ ഗാമ dz/z-a ഒരു ഇൻറ്റിജർ ആണെന്നാണ് പറയുന്നത്. ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് അറിയോ? ഗാമ 0, 1 നിന്ന് സിയിലേക്കല്ല മാപ്പിംഗ് എടുത്ത്. ഇതേപോലെ ഒരു ഫംഗ്ഷൻ നമ്മൾ ജി എടുക്കുന്നു. 0, 1 നിന്ന് സിയിലേക്ക് തന്നെ നമ്മളൊരു മാപ്പിംഗ് എടുക്കുന്നു, ജി. ഓക്കെ, ജി എന്ന മാപ്പിംഗ് 0, 1 നിന്ന് സിയിലേക്ക് നമ്മളൊരു മാപ്പിംഗ് എടുക്കുന്നു. എന്നിട്ട് നമ്മുടെ ഈ ടേമില്ലേ 2π, ഈ 1/2πi ഇല്ലാത്ത ഈ ഒരു ടേമിൽ സെഡിനെ ഞാൻ ഗാമ ഓഫ് എസ് എന്ന് വിളിക്കുന്നു. അപ്പോൾ ഡി എസ് എന്തായിരിക്കും? അതിൻ്റെ ഡെറിവേറ്റീവ് അല്ലേ. അപ്പോൾ ഗാമ എസ് ഓഫിൻ്റെ ഡെറിവേറ്റീവാണ് ഡി സെഡിൽ വരിക. അങ്ങനെ ഞാൻ ഒരു ജി ഡിഫൈൻ ചെയ്യുന്നു. ഇൻ്റഗ്രൽ ഓവർ ഗാമക്ക് പകരം 0 to 2π എന്ന് കൊടുക്കുന്നു. ഇങ്ങനെയാണ് ഞാൻ ജി ഓഫ് ടീനെ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, ഇതിൻ്റെ ജി ഡാഷ് ഓഫ് ടി എന്താവും? ഈ ഡെറിവേറ്റീവ് ഇൻ്റഗ്രൽ കട്ട് ചെയ്ത് പോവും. ഗാമ ഡാഷ് ഓഫ് എസ് ഡി എസ് ഡിവൈഡ് ബൈ ഗാമ ഓഫ് എസ് മൈനസ് എ ലിമിറ്റ് കൊടുക്കുമ്പോൾ 0 to t എന്ന് വരും. അപ്പോൾ നമുക്കിത് വരില്ലേ. ഇനി ജി ഓഫ് 0 എന്താവും? 0 എന്ന് പറയുമ്പോൾ ഇതാണ് ജി ഓഫ് ടി. 0 എന്ന് കൊടുക്കുമ്പോൾ ടിക്ക് 0 കൊടുക്കുമ്പോൾ 0 to 0 ആവും ഇൻ്റഗ്രൽ. അത് 0 എന്ന് വരും. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞത്? നമ്മുടെ ഗാമ 0, 1 നിന്ന് സിയിലേക്കാണ്. അതേപോലെ ഒരു മാപ്പ് ജി നമ്മൾ 0, 1 നിന്ന് സിയിലേക്ക് എടുക്കുന്നു. എന്നിട്ട് നമ്മൾ ജീനെ ഡിഫൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്? ഈ സെഡിന് നമ്മൾ എന്ത് കൊടുക്കുന്നു? ഗാമ ഓഫ് എസ് എന്ന് കൊടുക്കുന്നു. ഡി സെഡിനെ അതിന് ഡെറിവേറ്റീവ് ആയിട്ടുള്ള ഗാമ ഡാഷ് ഓഫ് എസ് ഡി എസ് എന്ന് കൊടുക്കുന്നു. ഇൻ്റഗ്രൽ ഓവർ ഗാമക്ക് പകരം 0 to 2π എന്ന് കൊടുക്കുന്നു. അതിന് ഡെറിവേറ്റീവ് കാണുന്നു, ജി ഓഫ് 0 കാണുന്നു. ഓക്കെ, എന്നിട്ട് നമ്മളിതാ ഈ ഒരു വാല്യൂ എന്താണെന്ന് നോക്കാം. e⁻g ഗാമ മൈനസ് എ. ഇതിന് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ നമുക്ക് പ്രോഡക്റ്റ് റൂൾ വെച്ച് ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ 0 എന്ന് കിട്ടും. 0 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഇതെന്താണ്? ഒരു കോൺസ്റ്റൻ്റ് ആണെന്നല്ലേ. ഇതൊരു കോൺസ്റ്റൻ്റ് ആണെന്ന് കിട്ടി. ഇതിന്ന് ജി ഓഫ് 0 0 ആണെന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അല്ലേ. ജി ഓഫ് 0 0 ആണെന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഈ വാല്യൂ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ ജി ഓഫ് 0 കൊടുക്കാം. അപ്പോൾ ജി ഓഫ് 0 ഗാമ ഓഫ് 0 മൈനസ് എ ഈക്വൽ ടു ഒരു കോൺസ്റ്റൻ്റ് അതിനെ ഞാൻ k1 എന്ന് വിളിച്ചു. ഇതെന്താവും? 0 എന്നോ? ജി ഓഫ് 0 0 ആണ്. ഇനി e⁻0 എന്താ? 1 ആണ്. അപ്പോൾ നമുക്ക് ഈക്വൽ ടു ഗാമ ഓഫ് 0 മൈനസ് എ ഈക്വൽ ടു k1 എന്ന് കിട്ടി. ഇതും ഈക്വൽ അല്ലേ. അപ്പോൾ നമുക്ക് ഇതിനെ ഈ ടേമിന് ഈക്വൽ ടു ഈ ടേം എന്ന് വിളിക്കാം. ഓക്കെ, ഇനി ഞാൻ ജി ഓഫ് 1 കൊടുത്തു നോക്കാം. ജി ഓഫ് 1 കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ വരും. ഈ ടേമിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നാൽ ഗാമ ഓഫ് 0 മൈനസ് എ ഡിവൈഡ് ബൈ ഗാമ ഓഫ് 1 മൈനസ് എ എന്ന് വരും. ഇനി ഇവിടെ ഇൻവേഴ്സ് പോക്കാൻ വേണ്ടി ഞാൻ റെസിപ്രോക്കൽ ചെയ്യുന്നു. അപ്പോൾ e⁻g ഓഫ് 1 ഈക്വൽ ടു ഗാമ ഓഫ് 1 മൈനസ് എ ഡിവൈഡ് ബൈ ഗാമ ഓഫ് 0 മൈനസ് എ എന്ന് വന്നു. നമ്മുടെ ഗാമ ഒരു ക്ലോസ്ഡ് കർവ് അല്ലേ. ക്ലോസ്ഡ് കർവ്സിൻ്റെ എൻ പോയിൻറ്റ്സ് എന്ത് ചെയ്യും? മീറ്റ് ചെയ്യും, കോയിൻസൈഡ് ചെയ്യും. അപ്പോൾ ഗാമ ഓഫ് 0യും ഗാമ ഓഫ് 1ൻ്റെ വാല്യൂ 1. അപ്പോൾ ഇത് ഗാമ ഓഫ് 0യും ഗാമ ഓഫ് 1 അല്ലേ. ഇവർ തമ്മിലെ വാല്യൂസ് 1 ആയി കഴിഞ്ഞാൽ ന്യൂമിനേറ്ററും ഡിനോമിനേറ്ററും ക്യാൻസൽ ചെയ്ത് പോയിട്ട് 1 എന്ന് വരും. ഓക്കെ, എന്തൊക്കെയാണ് പറഞ്ഞത്? നമ്മുടെ ഗാമ എന്ന് പറയുന്നത് 0, 1 നിന്ന് സിയിലേക്കുള്ള മാപ്പാണ്. അതേപോലെ ഒരു മാപ്പ് നമ്മൾ ജി എന്ന ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ സെഡിനെ ഗാമ ഓഫ് എസ് എന്നും ഡി സെഡിനെ ഗാമ ഡാഷ് ഓഫ് എസ് ഡി എസ് എന്നും ഇൻ്റഗ്രൽ ഗാമക്ക് 0 to 2π എന്നും കൊടുക്കുന്നു. ഓക്കെ, ഈ 1/2π ഒഴികെയാണ് നമ്മൾ ജീനെ ഡിഫൈൻ ചെയ്യുന്നത്. നമ്മളതിന് ജി ഡാഷ് ഓഫ് ടി കണ്ടു, ജി ഓഫ് 0 കണ്ടു. ജി ഓഫ് 0 0 ആണെന്ന് കിട്ടി. ഇനി നമ്മൾ ഈ ഒരു ടേമിൻ്റെ ഡെറിവേറ്റീവ് നോക്കുക. നമ്മൾ പ്രോഡക്റ്റ് റൂൾ വെച്ചിട്ട് നമുക്ക് 0 എന്ന് കിട്ടും. ഓക്കെ, എന്നിട്ട് അത് കോൺസ്റ്റൻറ്റ് 0 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഈ ടേം കോൺസ്റ്റൻ്റ് ആണ്. അതിന് ഞാൻ k1 എന്ന് വിളിച്ചു. ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? ഗാമ ഓഫ് 0 മൈനസ് എ എന്ന് പറയുന്നത് k1 ആണെന്ന് കിട്ടും. ഈ രണ്ട് ടേം ഈക്വൽ ആണ്. അതിന് ഞാനിങ്ങനെ എഴുതി. ഇനി ജിക്ക് പകരം ഞാൻ ജി ഓഫ് 1 എന്ന് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ഇതിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു. ഇൻവേഴ്സ് പോക്കാൻ വേണ്ടിയിട്ട് റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ നമുക്ക് 1 എന്ന് കിട്ടി. ഓക്കെ, e⁻x 1 ആണെങ്കിൽ x 2π മൾട്ടിപ്ലൈ ആയിരിക്കും. e⁻x 1 ആണെങ്കിൽ x 2π മൾട്ടിപ്ലൈ ആയിരിക്കും. e⁻g ഓഫ് 1 1 ആണെങ്കിൽ g ഓഫ് 1 2π മൾട്ടിപ്ലൈ ആയിരിക്കും. അതിനെ ഞാൻ ആ മൾട്ടിപ്പിളിനെ k എന്ന് വിളിച്ചു. ഓക്കെ, ഇനി ഞാൻ നമ്മുടെ ജി ഓഫ് ടി എന്താ ഡിഫൈൻ ചെയ്തിരുന്നത്? ഇൻ്റഗ്രൽ 0 to t ഗാമ ഡാഷ് ഓഫ് എസ് ഡി എസ് ബൈ ഗാമ എസ് മൈനസ് എ അല്ലേ. ഇതല്ലേ നമ്മുടെ ജി ഓഫ് ടി എന്ന് പറയുന്നത്. ഇതിൽ നമ്മൾ എന്ത് ചെയ്യുന്നു എന്നറിയോ?
ടിക്ക് പകരം 1 അങ്ങ് കൊടുക്കുന്നു. അപ്പോൾ എന്ത് വരും? g of 1 ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 1 ഗാമ ഡാഷ് ഓഫ് എസ് ഡി എസ് ബൈ ഗാമ ഓഫ് എസ് മൈനസ് എന്ന് വരും. ഇവിടെ നമുക്ക് g of 1ൻ്റെ വാല്യൂ കിട്ടിയിട്ടുണ്ട്, k × 2πi. ഇവിടെയും g of 1ൻ്റെ വാല്യൂ. അപ്പോൾ ഇത് രണ്ടും ഈക്വൽ അല്ലേ? ഇനി നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? ഈ ഗാമ ഡാഷ് ഓഫ് എസ് ഡി എസിന് നമ്മളെന്താ ഡി എസ് സെഡ് എന്ന് കൊടുത്തു, ഗാമ ഓഫ് എസിന് സെഡ് എന്ന് കൊടുത്തു. ഇൻ്റഗ്രൽ 0 to 1 എന്ന് പറഞ്ഞാൽ ഗാമ എങ്ങനെയായിരുന്നു ഡിഫൈൻ ചെയ്തിരുന്നത്? ഇൻ്റഗ്രൽ 0 to 1 എന്ന് സിയിലേക്കല്ലേ ഗാമ ഡിഫൈൻ ചെയ്തിരുന്നത്. അപ്പോൾ ഈ 0 to 1 പകരം നമുക്ക് എന്ത് കൊടുക്കാൻ പറ്റും? ഗാമ എന്ന് കൊടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് k = 2πi, k × 2πi ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ ഗാമ ഡി സെഡ് ബൈ സെഡ് മൈനസ് എ എന്ന് വരുമല്ലോ. ഇതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ 2πiനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നാൽ നമ്മുടെ റിസൾട്ടായി. ഇതാണ് നമുക്ക് കാണിക്കേണ്ടത്. ഒന്നുകൂടി പറയാം, നമുക്ക് കാണിക്കേണ്ടത് എന്താ? ഇത് ഒരു ഇൻറ്റിജറാണ്. ഇതൊരു ഇൻറ്റിജറാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ ഗാമയ്ക്ക് പകരം ഒരു ജി എന്ന ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്യുന്നു. ജിയും 0, 1 എന്ന് സിയിലേക്കുള്ള മാപ്പാണ്. ക്ലോസ്ഡ് റെക്ടിഫൈബിൾ കർവ് ആണ്. എ എന്ന് പറയുന്നത് ട്രേസ് ആറിലില്ലാന്ന് തന്നു. ഓക്കെ, അങ്ങനെ നമ്മൾ ജി ഓഫ് ടീനെ എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തത്? നമ്മുടെ സെഡിന് പകരം ഗാമ ഓഫ് എസും ഡി സെഡിന് പകരം ഗാമ ഡാഷ് ഓഫ് എസ് ഡി എസും കൊടുക്കുമ്പോൾ നമുക്കിത് കിട്ടും. ഇന്ന് ജി ഡാഷ് ഓഫ് ടിയും ജി ഓഫ് 0യും കണ്ടു. ഇനി നമ്മൾ ഈ വാല്യൂവിൻ്റെ ഡെറിവേറ്റീവ് കാണാം പ്രോഡക്റ്റ് റൂൾ വെച്ചിട്ട്. അപ്പോൾ ഈ ടേം ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് ഈ ടേം, ഇതെന്താ? ഗാമയും ഈ ടീൻ്റെ ഒരു ഫംഗ്ഷൻ അല്ലേ? ഗാമ ഓഫ് ടി എന്നല്ലേ നമ്മൾ എഴുതിയിരുന്നത് അല്ലേ? ഗാമ ഓഫ് ടി എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഗാമ ഡാഷ് എന്ന് വരും പ്ലസ് ഇതിൻ്റെ ഡെറിവേറ്റീവ്, ഇത് ഇൻറ്റു ഇതിൻ്റെ ഡെറിവേറ്റീവ്, ഇതേ ഇൻറ്റു ഇതിൻ്റെ ഡെറിവേറ്റീവ് എന്താ വരിക? ഈ മൈനസ് ജി ഡാഷ് ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ജി എന്നല്ലേ വരിക. ഓക്കെ, ഇനി ജി ഡാഷ് എന്താ? ജി ഡാഷ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ ഗാമ ഡാഷ് ഡിവൈഡ് ബൈ ഗാമ മൈനസ് ടി ആണ്. അത് നമ്മൾ കൊടുക്കുന്നു. അപ്പോൾ ഈ ഗാമ മൈനസേയും കട്ട് ചെയ്ത് പോകുന്നു. ഇവിടെ ഉള്ള മൈനസ് ഇവിടേക്ക് വരും. അപ്പോൾ ഈ ടേമും ഈക്വലായി 0 എന്ന് വന്നു. അപ്പോൾ ഇത് കോൺസ്റ്റൻ്റ് ആണെന്ന് കിട്ടി. ഇത് കോൺസ്റ്റൻ്റ് ആണെങ്കിൽ നമുക്കതിനെ ഒരു k1 എന്ന് വിളിക്കാം. ഓക്കെ, ഇനി നമുക്ക് g of 0 0 ആണെന്ന് അറിയാം. അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിൽ നിന്ന് ഗാമ ഓഫ് 0 മൈനസ് ഈക്വൽ ടു k1 എന്ന് കിട്ടും. ഈ ടേമും ഈക്വലാണ്. അത് വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ കിട്ടി. ഇനി g of 1 ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ എന്ത് വരും? ഈ ടേം വരും. ഇതിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നു. ഇനി റെസിപ്രോക്കൽ ഇവിടെ നെഗറ്റീവ് പോക്കാൻ വേണ്ടി റെസിപ്രോക്കൽ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടുന്നു. ഇതിൽ എൻഡ് പോയിൻറ്റ്സിൽ ക്ലോസ്ഡ് കർവ് എന്തായിരിക്കും? കോയിൻസൈഡ് ചെയ്യും. ക്ലോസ്ഡ് കർവിൽ എൻഡ് പോയിൻറ്റ് കോയിൻസൈഡ് ചെയ്യും. അപ്പോൾ ഇത് രണ്ടും കൂടി ക്യാൻസൽ ചെയ്തിട്ട് 1 എന്ന് കിട്ടും. ഓക്കെ, ഇനി ഇ റൈസ് ടു എക്സ് ഈക്വൽ ടു 1 ആണെങ്കിൽ എക്സ് എന്ന് പറഞ്ഞാൽ 2πiൻ്റെ മൾട്ടിപ്ലൈ ആയിരിക്കും. അപ്പോൾ ജി ഓഫ് 1 എന്ന് പറഞ്ഞാൽ 2πiൻ്റെ മൾട്ടിപ്ലൈ ആയിരിക്കും. ഞാൻ അതിന് k × 2πi എന്ന് വിളിച്ചു. ഇനി ജി ഓഫ് ടി എന്ന് പറയുന്നത് ഇതായിരുന്നല്ലോ. അതിൽ നിന്ന് ജി ഓഫ് 1 കണ്ടു. ജി ഓഫ് 1 കണ്ടിട്ട് ഇതും ജി ഓഫ് 1 ആണ്, ഇതും ജി ഓഫ് 1 ആണ്. അപ്പോൾ k × 2πi ഈക്വൽ ടു ഈ ടേം എന്ന് വരും. ഇനി നമ്മുടെ ഗാമ ഡാഷ് ഓഫ് എസിന് പകരം ഡി സെഡ് എന്ന് കൊടുക്കുന്നു. ഗാമ ഓഫ് എസിന് പകരം സെഡ് എന്ന് കൊടുക്കുന്നു. ഇൻ്റഗ്രൽ 0 to 1 പകരം നമുക്ക് എന്ത് കൊടുക്കാം? ഗാമ എന്ന് കൊടുക്കാം. അപ്പോൾ നമുക്ക് എന്ത് വരും? k × 2πi ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ ഗാമ ഡി സെഡ് ബൈ സെഡ് മൈനസ് എന്ന് വരുമല്ലോ. ഈ 2πiനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നാൽ നമുക്ക് വേണ്ട റിസൾട്ടായി.